ഒരു റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനുകൾ വരുന്നുണ്ട്, പോകുന്നുമുണ്ട്. പക്ഷേ ആ സ്റ്റേഷനിൽ ഒരൊറ്റ വണ്ടി പോലും നിർത്തുകയോ ഒരു യാത്രക്കാരൻ പോലും അവിടെ ഇറങ്ങുകയോ ചെയ്യുന്നില്ല. ട്രെയിൻ ആ സ്റ്റേഷൻ എത്താറാകുമ്പോഴേക്കും വേഗത ഭയങ്കരമായി കൂടും. യാത്രക്കാർ പേടിയോടെ ജനാലകൾ അടയ്ക്കും. പശ്ചിമ ബംഗാളിലെ പുരുലിയ ജില്ലയിലുള്ള ബേഗൻ ഖോദർ റെയിൽവേ സ്റ്റേഷനാണിത്. ഒരു പ്രേതബാധയുടെ പേരിൽ ഇന്ത്യൻ റെയിൽവേ ഔദ്യോഗികമായി റെക്കോർഡുകളിൽ ഹോണ്ടഡ് എന്ന് രേഖപ്പെടുത്തി തുടർച്ചയായി 42 വർഷക്കാലം പൂട്ടിയിട്ട ഇന്ത്യയിലെ ഒരേയൊരു റെയിൽവേ സ്റ്റേഷൻ. എന്താണ് അന്ന് ബേഗൻ ഖോദറിൽ സംഭവിച്ചത്? വർഷം 1967. റെയിൽവേ ഉദ്യോഗസ്ഥനായ മോഹന്റെ നേതൃത്വത്തിൽ വളരെ ശാന്തമായി പ്രവർത്തിച്ചിരുന്ന സ്റ്റേഷനായിരുന്നു ബേഗൻ ഖോദർ. എന്നാൽ അന്നൊരു രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മോഹൻ പാളത്തിലൂടെ വെള്ള സാരിയുടുത്ത ഒരു സ്ത്രീ നടന്നു പോകുന്നത് കണ്ടു. റെയിൽവേ ജീവനക്കാരൻ എന്ന നിലയിൽ അയാൾ അവളെ വിളിച്ചെങ്കിലും അവൾ പ്രതികരിച്ചില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ കാഴ്ച ഒരു സ്ഥിരം സംഭവമായി മാറി. പാളത്തിലൂടെ നടക്കുക മാത്രമല്ല, അമിത വേഗതയിൽ പോകുന്ന ട്രെയിനുകൾക്കൊപ്പം അവൾ ഓടി മത്സരിക്കാൻ തുടങ്ങി. റെയിൽവേ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ജീവനക്കാർ രാത്രികളിൽ വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു. ഭയം ആ സ്റ്റേഷനെ വിഴുങ്ങാൻ അധിക നാൾ വേണ്ടി വന്നില്ല. തുടർച്ചയായ ഈ കാഴ്ചകൾ കണ്ട് ഭയന്ന സ്റ്റേഷൻ മാസ്റ്റർ മോഹൻ തനിക്കിവിടെ ജോലി ചെയ്യാൻ കഴിയില്ലെന്നും ട്രാൻസ്ഫർ വേണമെന്നും അധികാരികളോട് അപേക്ഷിച്ചു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ മോഹനെയും അയാളുടെ കുടുംബത്തെയും ക്വാർട്ടേഴ്സിനുള്ളിൽ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ വാർത്ത കാട്ടുതീ പോലെയാണ് പടർന്നത്. ആ സ്ത്രീയുടെ പ്രേതം മോഹനെയും കുടുംബത്തെയും കൊന്നതാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചു. അതോടെ അവിടെ ജോലി ചെയ്തിരുന്ന മറ്റ് റെയിൽവേ ജീവനക്കാർ പിറ്റേന്ന് തന്നെ സ്റ്റേഷൻ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. ബേഗൻ ഖോദർ സ്റ്റേഷനിലേക്ക് ജോലിക്ക് വരാൻ ഇന്ത്യയിലെ ഒരു റെയിൽവേ ജീവനക്കാരനും തയ്യാറായില്ല. ഒടുവിൽ 1967 അവസാനം ഇന്ത്യൻ റെയിൽവേ ആ സ്റ്റേഷൻ ഔദ്യോഗികമായി അടച്ചുപൂട്ടി. ആരായിരുന്നു പാളത്തിലൂടെ ഓടിയിരുന്ന ആ വെള്ള സാരിയുടുത്ത സ്ത്രീ? നാട്ടുകാരുടെ ഇടയിൽ ഒരു കഥയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അതേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിൻ തട്ടി ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടിയായിരിക്കും അതെന്നാണ്. തൻ്റെ ദാരുണമായ മരണത്തിന് ശേഷം അവളുടെ ആത്മാവ് ആ പാളങ്ങളിൽ തന്നെ കുടുങ്ങിപ്പോയി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. സ്റ്റേഷൻ പൂട്ടിയതോടെ ബേഗൻ ഖോദർ ഒരു പ്രേതഭൂമിയായി മാറി. കാട് മൂടിക്കിടന്ന റെയിൽവേ കെട്ടിടങ്ങൾ, തുരുമ്പെടുത്ത സിഗ്നലുകൾ. സൂര്യൻ അസ്തമിച്ചാൽ ആ പരിസരത്തേക്ക് പോകാൻ പോലും ജനങ്ങൾ ഭയന്നു. ഈ റൂട്ടിലൂടെ കടന്നുപോകുന്ന ട്രെയിനുകളിലെ ലോക്കോ പൈലറ്റുമാർക്ക് സ്റ്റേഷനിലെ ലൈറ്റുകൾ തനിയെ കത്തുന്നതായും വിചിത്രമായ രൂപങ്ങൾ പാളത്തിൽ നിൽക്കുന്നതായും പരാതികൾ പറയാനുണ്ടായിരുന്നു. നീണ്ട 42 വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ 2009 അന്നത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന മമതാ ബാനർജിയുടെ ഇടപെടലിലൂടെ ബേഗൻ ഖോദർ സ്റ്റേഷൻ വീണ്ടും തുറക്കാൻ റെയിൽവേ തീരുമാനിച്ചു. യുക്തിവാദികളും ഉദ്യോഗസ്ഥരും ചേർന്ന് അവിടെ പരിശോധനകൾ നടത്തി. പ്രേതങ്ങളൊന്നുമില്ലെന്ന് പ്രഖ്യാപിച്ചു. ഇന്ന് അവിടെ പാസഞ്ചർ ട്രെയിനുകൾ നിർത്താറുണ്ട്. എങ്കിലും ഇന്നും കഥകൾ അവസാനിക്കുന്നില്ല. ഇന്നും വൈകുന്നേരം 4 മണി കഴിഞ്ഞാൽ റെയിൽവേ ജീവനക്കാർ സ്റ്റേഷൻ പൂട്ടി അവിടുന്ന് സ്ഥലം വിടും. രാത്രികാലങ്ങളിൽ കാവൽ നിൽക്കാൻ ഇപ്പോഴും അവിടെ സുരക്ഷാ ജീവനക്കാരില്ല. രാത്രിയിൽ ആ വഴി കടന്നു പോകുന്ന ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ട്, പാളത്തിന്റെ അറ്റത്തുനിന്ന് കാറ്റിൽ ഒരു സ്ത്രീയുടെ നിലവിളി ഉയരുന്നുണ്ടെന്ന്. ഭയത്തിന്റെ ആ 42 വർഷത്തെ ചരിത്രം ബേഗൻ ഖോദറിന്റെ മണ്ണിൽ നിന്നും ഇന്നും പൂർണ്ണമായി മാഞ്ഞിട്ടില്ല.